യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 35-ാം വചനം നമുക്ക് പരിചിതമാണല്ലേ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന്, ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ അറിയുന്നത്? അത് കഴുത്തിലൊരു കൊന്തയുള്ളതുകൊണ്ടാണോ? ഒരു ക്രൂശിത രൂപം ധരിച്ചിട്ടുള്ളത് കൊണ്ടാണോ? ഒന്നുമല്ല. പിന്നെ എങ്ങനെയാണ്? സ്നേഹമുണ്ടെങ്കിൽ അറിയും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാളുകളില് ഈ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ചൈതന്യം എവിടെയൊക്കെയോ നമുക്കിങ്ങനെ കൈമോശം വന്നു പോയിട്ടുണ്ട്. എന്തൊക്കെയോ അനുഷ്ഠാനങ്ങൾ ഇങ്ങനെ കുടുങ്ങിപ്പോയ ചില ജീവിതങ്ങളായിട്ട് ഈ പഴയ നിയമം കണക്ക് നമ്മളുടെ ജീവിതങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പഴയ നിയമ ബലികളെ കുറിച്ച് കർത്താവ് വിമർശിച്ചത് എന്തുകൊണ്ടാണ്? പഴയ നിയമ ബലികൾ തെറ്റായത് കൊണ്ടല്ല, അതിൻ്റെ യഥാർത്ഥ ആന്തരികത പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ദൈവമക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോഴാണ് കർത്താവ് ആ കാര്യങ്ങളെ നിശിതമായിട്ട് വിമർശിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകൾ എന്ന് പറയുന്നത് പ്രത്യേക പ്രതിസന്ധിയുടെ നാളുകളാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ 3-ാമത്തേതും നവ്യവുമായ ചാക്രിക ലേഖനം ഫ്രത്തേലി തൂത്തി, നാം എല്ലാം സോദരങ്ങൾ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടങ്ങളിൽ വളരെ അനിവാര്യമായ ചില കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയാണ്. നമുക്കറിയാം, ഈ കോവിഡ് രോഗവും അതുമൂലം ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും അനുഭവിച്ച് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. ഈ കാര്യങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? സാധിക്കില്ല. മറിച്ച് ഈ കാലഘട്ടങ്ങളിലും അനേകം മക്കള് അനുഗ്രഹീതരാകുന്നുണ്ട്. രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരായ വ്യക്തികൾ ദൈവസ്നേഹാനുഭവത്തെ രുചിച്ചറിയുന്നുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് അനുഗ്രഹമായിട്ട് മാറാൻ സാധിക്കുന്ന വ്യക്തികളുണ്ട്. ഇതൊക്കെ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ മദർ ഹോമിന്റെ ഗായകൻ സാന്റോ കുടുംബം ഉൾപ്പെടെ ഈ നാളുകളിൽ കോവിഡ് രോഗബാധയ്ക്ക് വിധേയമായി. സാന്റോയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചില വെളിച്ചം പകരുന്നതാണ്. ഈശോയുടെ നാമത്തിൽ ആ ഒരു കാര്യങ്ങളെ ഒന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞാൻ സാന്റോയെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഈ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായ നാളുകളായിരുന്നു. കൊറോണ രോഗബാധയുടെ ദിനങ്ങൾ. ഏതാണ്ട് 10-22 വർഷമായിട്ട് ഗാനശുശ്രൂഷയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു സൈഡ് വർക്ക് കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്ക് ലൈറ്റ് ഫോട്ടോസിൻ്റെ വർക്ക്. ഈശോയുടെയും കരുണയുടെ ഈശോയുടെയൊക്കെ രൂപങ്ങൾ ബാക്ക് ലൈറ്റ് ഫോട്ടോയായിട്ട് ഭവനങ്ങളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക് കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കൊറോണ രോഗബാധയെ തുടർന്ന് വരുമാനങ്ങളൊക്കെ നിലച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എല്ലാവരും. അതുപോലെ തന്നെ ശുശ്രൂഷകൾ നിലച്ചു. ഈ ഒരു വർക്കും തീരെ ഇല്ലാതായ സാഹചര്യങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ കൊറോണ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത്. എനിക്കും ജീവിത പങ്കാളിക്കും മൂത്ത മോനും കോവിഡ് പോസിറ്റീവായി. മോൾക്ക് മാത്രമാണ് ഈ കൊറോണ രോഗബാധ ഉണ്ടാവാത്തത്. ഈ നാളുകളിലൊക്കെ അനേകരിലൂടെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് എൻ്റെ അയൽക്കാരിലൂടെ, സഹശുശ്രൂഷകരിലൂടെ, ജീസസ് യൂത്ത് സഹോദരങ്ങളിലൂടെയൊക്കെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം 10-28 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ, ലോണ് കാര്യങ്ങളെല്ലാം അതിൻ്റെ തവണകളൊക്കെ അടഞ്ഞു പോകണം. ആ ഒരു കാര്യങ്ങളിലെല്ലാം എന്നെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നത് എൻ്റെ അയൽക്കാരും ജീസസ് യൂത്ത് സഹോദരങ്ങളും സഹശുശ്രൂഷകരുമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. ഒരുപക്ഷെ ഈ കൊറോണ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാവിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല.
ആ സമയങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് ഞങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിച്ചു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അയൽക്കാർ, അവരിലൂടെയൊക്കെ കർത്താവിൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിച്ചറിയാനായിട്ട് പറ്റി. പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഏത് രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അനേക സഹോദരങ്ങളിലൂടെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് ഇടവരുത്തി. ആ ഒരു കാര്യത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട അയൽക്കാരെയും സഹശുശ്രൂഷകരെയും ജീസസ് യൂത്ത് സഹോദരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. സാന്റോ ബ്രദർ പറഞ്ഞ കാര്യത്തെ ശ്രദ്ധിച്ചോ? അതായത് ജീവിത പ്രതിസന്ധികൾക്ക് മുമ്പിൽ ദൈനംദിന ജീവിത കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ ഉറവ ഉള്ളിലുള്ള ഒരുപാട് പേരിൽ നിന്ന് ഒരു പുഴയിൽ നിന്ന് കൈവഴികളിലൂടെ ജലമൊഴുകി വരുന്നത് പോലെ സഹായം സ്നേഹമായി സാന്ത്വനമായി ഒഴുകി വന്നപ്പോൾ അനുഭവിച്ചറിയുന്നത് എന്താ? ദൈവസ്നേഹം. ഇതാ കർത്താവ് പറഞ്ഞു വെച്ചത് യോഹന്നാൻ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത് മതിലുകൾ തീർത്തടയ്ക്കുന്നതല്ല, മറിച്ച് അനേകരിലേക്ക് സഹോദര സ്നേഹം പകർന്നു കൊടുക്കുന്നത്. ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരങ്ങൾ എന്ന് പറയുന്നതായ ഈ ചാക്രിക ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ ആ വഴിയിലെ അപരിചിതൻ എന്ന് പറഞ്ഞ് തലക്കെട്ടോടുകൂടെ പരിശുദ്ധ പിതാവ് പ്രതിപാദിക്കുന്നത് ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തുന്ന നല്ല സമരിയക്കാരന്റെ ഉപമയാണ്. പരിശുദ്ധ പിതാവ് ഇവിടെ പറഞ്ഞു വെക്കുക, സഹിക്കുന്നവന് നേരെ മുഖം തിരിക്കുന്ന, ദരിദ്രനെയും മുറിവേറ്റവനെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സമൂഹം അജ്ഞതയുടെ അനാരോഗ്യകരമായ സമൂഹമാണ്. പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും മതിൽക്കെട്ടിനെ അതിലംഘിക്കുന്ന യഥാർത്ഥ ദൈവസ്നേഹ ചൈതന്യത്തോടെ പ്രകാശ ഗോപുരങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്ന ക്രൈസ്തവ ജീവിതങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് മാനവകുലം ഒന്നാകെ ഒരു കുടുംബമെന്ന് വിശേഷിപ്പിക്കുന്ന യഥാർത്ഥ ചൈതന്യത്തിലേക്ക് വളരേണ്ടതിൻ്റെ യഥാർത്ഥ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയുന്ന ഒന്നുണ്ട്. ദൈവസ്നേഹാനുഭവം എന്ന് പറയുന്നത് സഹോദര സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒന്നാണ്. അതുകൊണ്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളം പറയുന്നെന്ന് യോഹന്നാൻ ശ്ലീഹ പറയാനായിട്ടുള്ള കാരണം. അപ്പൊ യഥാർത്ഥ ദൈവസ്നേഹാനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവന്റെ ഉറവയെ ഉളവാക്കുന്ന ഒന്നാണ്. അത് ഒരിക്കലും നിശ്ചലമല്ല, മറിച്ച് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ആത്മനദി പോലെ അനേകരിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദൈവിക അഭിഷേകം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് അതാ. ഞാൻ ഓർക്കാണ്, ഈ നാളുകളിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് ഈ കൂട്ടായ്മയുടെ യഥാർത്ഥ ചൈതന്യമാണ്. ഈ ദൈവസ്നേഹ അനുഭവത്തിന്റെ ആഴത്തിൽ നിന്ന് നിർഗളിക്കുന്ന യഥാർത്ഥ സഹോദര സ്നേഹ. ഇത് നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഈ ലോകത്ത് ഞാൻ എന്തായിരിക്കുന്നു എന്നത് അപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുന്നതായ അപ്പസ്തോലിക ആഹ്വാനത്തിന്റെ 286 ഓർമ്മിപ്പിക്കുന്നത്, നാം ആരാണ് എന്ന ചോദ്യം നമ്മളിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദ്യം നമ്മൾ ആരാണെന്നുള്ളതല്ല, മറിച്ച് നാം ആർക്കു വേണ്ടിയുള്ളതാണെന്നാണ്. നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഞാൻ ആർക്കു വേണ്ടിയുള്ളതാ? ഞാൻ ആരാണെന്ന് ചിന്തിക്കാനുള്ള ഒരുപാട് ഈഗോയിസം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആർക്കാണ് പ്രിയപ്പെട്ടവരെ ഈ ഈഗോ കൊണ്ടുള്ള ഒരു നേട്ടമുള്ളത്? ആർക്കാണ് ഞാനൊരു സമ്പന്നനായത് കൊണ്ട് നേട്ടമുള്ളത്? ആർക്കാണ് ഞാൻ എത്രയോ ഉന്നതിയിലിരിക്കുന്നത് കൊണ്ട് നേട്ടമുള്ളത്? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയാണ് എന്നുള്ള യഥാർത്ഥ സത്യബോധ്യം എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ ഞാൻ അനേകർക്ക് നന്മയാകുന്ന ഒരു ജീവിതമായിട്ട് മാറും. അവിടെ ദൈവസ്നേഹാനുഭവം സഹോദര സ്നേഹത്തിലൂടെ ഇങ്ങനെ കരകവിഞ്ഞൊഴുകി അനേകരുടെ ജീവിത തീരങ്ങളെ ഫലസമ്പുഷ്ടമാക്കാൻ മാത്രം നനയിക്കുന്നതായിട്ട് മാറും. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ദൈവസ്നേഹാനുഭവം ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലോ നമ്മൾ ചൊൽപ്പിച്ചു കൂട്ടിയ ചില പ്രാർത്ഥനകളിലോ നിലനിൽക്കുന്നതല്ല എന്ന സത്യം നമുക്ക് മുമ്പിൽ വെളിപ്പെടും.
യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിന്റെ 2-ാം അധ്യായം 15-16 വചനങ്ങളിൽ യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ എന്ത് പ്രയോജനം? പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ഒരു സഹോദരനെ സഹായം അർഹിക്കുന്നവനായിട്ട് കണ്ടിട്ട് നമ്മൾ പറയാണ്, നീ പ്രാർത്ഥിക്കുക കേട്ടോ, ദൈവം എല്ലാം ക്രമപ്പെടുത്തി തരും, നീ ഒരു ധ്യാനം കൂട്, കാര്യങ്ങളൊക്കെ ശരിയാകും. പ്രിയപ്പെട്ടവർ, ഇതൊന്നും അല്ല അതിന്റെ പരിഹാരം. മറിച്ച് യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് നീ നിന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മയുടെ അനുഭവത്തിൽ നിന്ന് പോലും വിധവയുടെ കൊച്ചുകാശ് പോലെ മാറ്റിവെക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നിടത്താ. ഞാൻ ഓർക്കുന്നുണ്ട്, എത്രയോ സഹോദരങ്ങൾ ഈ പ്രതിസന്ധിയുടെ നാളുകളിലും തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് സന്തോഷത്തോടെ അതിനേക്കാൾ വേദന അനുഭവിക്കുന്ന മനസ്സുകളിലേക്ക് ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളിൽ വളരേണ്ടത് ഈ നാളുകളിൽ ഇത്തരത്തിലുള്ള ഒരു യഥാർത്ഥ ആത്മീയതയാണ്. നമ്മൾ ചിന്തിക്കണം, പങ്കുവയ്ക്കുന്നതിൻ്റെ യഥാർത്ഥ സഹോദര സ്നേഹ ചൈതന്യം എൻ്റെ ഉള്ളിൽ എത്രമാത്രം നിലകൊള്ളുന്നുണ്ടെന്ന്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആകാശപ്പറവകളുടെ ഒരു അഗതി മന്ദിരം ഞാൻ സന്ദർശിക്കാനായിട്ട് ഇടവന്നു. ആ സമയത്ത് അവിടെയുള്ള പ്രിയപ്പെട്ട സന്യസ്തര് അവരുടെ ഹൃദയം തുറന്ന് വേദനയോടെ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛാ, പലപ്പോഴും ക്രിസ്ത്യാനികൾ ഏതെങ്കിലും അച്ഛന്മാരൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് സഹായം ചെയ്താലല്ലാതെ പ്രത്യേകിച്ച് ഒരു സഹായവും തന്നെ തരാറില്ല. എന്നാൽ മറ്റു മതസ്ഥരായ പല വ്യക്തികളും ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുക്കളാണ്. അവർ പല രീതിയിൽ സ്നേഹപൂർവമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സ് വല്ലാണ്ടെന്ന് അസ്വസ്ഥപ്പെട്ട്. കാരണം ഈ നാളുകളിൽ മുഴുവനും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തെ പകർന്നു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലേ എന്ന് ഞാൻ വല്ലാതെ ഭാരപ്പെട്ട ഒരു കാര്യമായിരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആഴമായി ആത്മവിമർശനം നടത്തേണ്ട ഒരു കാര്യമല്ല ഇത്. ഒരു ക്രൈസ്തവൻ അവന്റെ ജീവിതത്തിൽ ജീവിതം മുഴുവൻ ബലിയായിട്ട് തന്ന ഒരുവനെ അനുഗമിക്കുന്നതിലൂടെ അവന്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കേണ്ട യഥാർത്ഥ ചൈതന്യം എന്താണ്? ഈ സഹോദര സ്നേഹത്തിൽ ഉപരിയായിട്ട് എവിടെയൊക്കെയോ യഥാർത്ഥ പങ്കുവെപ്പിന്റെ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. ദേവാലയങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതിലും സഹോദരങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതിലും ഒക്കെയുള്ള യഥാർത്ഥ ചൈതന്യത്തെ ക്രിസ്ത്യാനി എവിടെയൊക്കെ മറന്നുപോയിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെയോ ചില മതിൽക്കെട്ടുകളൊക്കെ ഇങ്ങനെ തീർത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ക്രൈസ്തവ ജീവിതമല്ല കേട്ടോ. യേശു പഠിപ്പിച്ച പാഠം പൂർണ്ണമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ തിരുവിലാവിൽ നിന്ന് അവസാനത്തുള്ള രക്തം പോലും പുറപ്പെട്ടത്. ഇനിയൊന്നും കൊടുക്കാൻ ബാക്കിയില്ല. സമ്പന്നരൊക്കെ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോ കയ്യിലുണ്ടായിരുന്ന 2 ചെമ്പ് തുട്ടുകൾ നിക്ഷേപിച്ച ആ വിധവയുടെ സമർപ്പണത്തെ ഏറ്റവും ബഹുമാന്യത്തോടെ നോക്കിക്കണ്ട ഒരു കർത്താവുണ്ട് നമുക്ക്. നമ്മൾ ഈ നാളുകളിലൊക്കെ യഥാർത്ഥ ആത്മീയതയുടെ ആന്തരികതയിൽ നിന്ന് എവിടെയൊക്കെ മാറി നിൽക്കുന്നുണ്ടെന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്തൊരു സത്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പഠിപ്പിച്ച പാഠം ഇതല്ല. ആദ്യമ ക്രൈസ്തവ സമൂഹത്തിന്റെ പാഠം ഇതല്ല. അവര് തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി എന്ന് നമ്മൾ വായിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ അഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യത്തോടെ പങ്കുചേർന്ന ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ചൈതന്യത്തെ സ്വാർത്ഥതയുടെ മതിൽക്കെട്ട് കൊണ്ട്, താൻ പോരുമയുടെ മനോഭാവങ്ങൾ കൊണ്ട് നമ്മൾ ഇല്ലായ്മ ചെയ്തെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ ആന്തരികത നമ്മളിൽ നിന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ നയിക്കുന്നത് ഈശോ ആഗ്രഹിക്കുന്ന വചനാധിഷ്ഠിതമായ ക്രൈസ്തവ ജീവിതമല്ല കേട്ടോ. നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന, ഈശോ പറഞ്ഞ കണക്ക് മാനുഷിക നിയമങ്ങളെ ദൈവകൽപ്പനകളായി പഠിപ്പിക്കുന്ന ഫരിസയ നിയമജ്ഞ മനോഭാവങ്ങൾക്ക് അടിമപ്പെട്ടതാണ് നമ്മുടെ ജീവിതങ്ങൾ. ഇതല്ല യേശു ആഗ്രഹിക്കുന്ന യഥാർത്ഥ ജീവിതം. മറിച്ച് ഓരോ ദിവസവും നന്മ ചെയ്യുന്ന ജീവിതമാണ്. അതുകൊണ്ടാണ് വിൻസെന്റ് ഇപ്പോഴൊക്കെ ഓർമ്മിപ്പിച്ചു വെക്കുക, നന്മ ചെയ്യാത്ത ഒരു ദിനം എൻ്റെ ആയുസ്സിൽ എണ്ണപ്പെടുന്ന ഒരു ദിനമല്ല. പത്രോസ് ശ്ലീഹ 3-ാം അധ്യായം 15-ാം വചനത്തിൽ ഓർമ്മിപ്പിച്ചു വെച്ചു, നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ എതിർക്കാൻ ആർക്ക് കഴിയും? ദൈവമക്കളെ, നമ്മൾ ബാഹ്യമായ എതിർപ്പുകളെക്കുറിച്ചോ തീവ്രവാദി ചിന്താഗതികളെക്കുറിച്ചോ ഒന്നും അധികം ആശങ്കാകുലരാകേണ്ട. മറിച്ച്
ക്രൈസ്തവ ജീവിതത്തിൽ യഥാർത്ഥ ദൈവസ്നേഹ സഹോദര സ്നേഹ അനുഭവത്തിൻ്റെ ഒരു കെട്ടുറപ്പുണ്ടെങ്കിൽ നരക കവാടങ്ങൾ നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല. കാരണം യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ട യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കും. അവിടെ ഒരു നാരകീയ ശക്തിക്കും ഒരു ബാഹ്യശക്തിക്കും എതിരിടാൻ സാധിക്കാത്ത വിധത്തിൽ അത് ബലവത്തായിട്ട് ഉയർന്നു നിൽക്കും. നമ്മുടെ ജീവിതങ്ങൾ ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ കൈവിളക്കായി മാറാനുള്ള തീരുമാനം എടുക്കാം. ഈ ദിനങ്ങളിലൊക്കെ എന്തേരം നന്മ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തരും ഇപ്പം ചിന്തിച്ചോണം. കുടുംബത്തിൽ ചെയ്യാൻ പറ്റുമെന്നേ, ചുറ്റുപാടുകളുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെന്നേ, നമ്മുടെ ഞെരുക്കത്തിൽ നിന്ന് ഉള്ളത് കൊടുക്കാൻ പറ്റത്തില്ലേ? എങ്കിൽ ഒത്തിരി അനുഗ്രഹമായിട്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ പീഠത്തിന്മേൽ ഉയർന്നു നിൽക്കുന്ന തെളിച്ചമുള്ള ജീവിതമായിട്ട് നമ്മുടേത് മാറും. ഇതിനുള്ള വലിയ അഭിഷേകം തരണമേ, പ്രകാശം തരണമേ എന്ന് ഹൃദയം തുറന്ന് ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹത്തെ സ്വന്തമാക്കാം.